ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്കും അതുപോലെ കുംഭലഗ്നം വന്നിട്ടുള്ളവർക്കും എങ്ങനെയായിരിക്കും ജൂലൈ മാസത്തെ ഫലം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ കുംഭലഗ്നം കുംഭക്കൂറ് എന്ന് പറയുമ്പോൾ ജന്മ ലഗ്ന രാശാധിപൻ എന്ന് പറഞ്ഞ ശനിയാണ്. ആ ശനി ഇപ്പോൾ 2 സഞ്ചരിക്കുകയാണ്. ജൂലൈ 27 ആവുമ്പോൾ ആ ശനി 2 വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. സൂര്യനാണെങ്കിൽ ജൂലൈ 16 5 നിന്നും 6 രാശി മാറുന്നു. ചൊവ്വ ഇപ്പോൾ 4 സ്ഥിതി ചെയ്യുന്ന സമയമാണ്. ബുധനാണെങ്കിൽ ജൂലൈ 7 വക്രത്തിൽ 5 രാശി മാറുന്നു. 6 നിന്നും 5 വക്രത്തിൽ രാശി മാറുന്നു. ജൂലൈ 24 ആവുമ്പോൾ 5 വരുന്ന ബുധൻ നേർസഞ്ചാരത്തിലാവുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഗുരു 6 ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. ശുക്രനാണെങ്കിൽ ജൂലൈ 4 6 നിന്നും 7 രാശി മാറുന്നു. രാഹു ജന്മലഗ്ന രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. കേതു 7 സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ പൊതുവേ നമ്മൾ ജൂലൈ മാസം എടുക്കുമ്പോൾ ശുക്രനും ബുധനും സൂര്യനും ഈ 3 ഗ്രഹങ്ങൾക്കാണ് രാശിമാറ്റങ്ങൾ വരുന്നത്. അതേസമയം അവസാനത്തെ വാരമാകുമ്പോൾ 2 ഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നു, അതുപോലെ ശനി വക്രത്തിലാവുകയും ചെയ്യുന്നു. ഇതാണ് ജൂലൈ മാസത്തെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതി അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയായിരിക്കും കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി, ഇപ്പോൾ ജാതകത്തെ ബേസ് ചെയ്ത് പറയുന്നതല്ല. അപ്പോൾ അത് ജാതകത്തിലെ ഗ്രഹസ്ഥിതി, അതുപോലെ ഇപ്പം നടക്കുന്ന ദേശാകാര്യങ്ങൾ, ഇതൊക്കെ ബേസ് ചെയ്ത് വേണം നമുക്കത് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശിയിൽ രാഹു ഉണ്ട്. 4 മുതൽ ജൂലൈ 4 മുതൽ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ വരുന്നുണ്ട്. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി 2 ആ ശനിയെ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ പറയാൻ കഴിയില്ല. അതുപോലെ 5ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിലാണ്. അപ്പം നമുക്ക് ഈ ബുധൻ വക്രത്തിലൊക്കെ വരുമ്പോൾ പൊതുവെ നമുക്ക് പല കാര്യങ്ങളെ പറ്റിയുള്ള അമിത ചിന്തകൾ ഈ സമയത്ത് ഉണ്ടാകാം. പ്രത്യേകിച്ച് അത് നമുക്ക് അങ്ങനെ അമിത ചിന്തകൾ വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷൻ ഇവർക്ക് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം. അപ്പം ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ ജന്മരാശിയിൽ ഉള്ളതിനാൽ നമുക്ക് രാഹു ജന്മരാശിയിലുണ്ട്. അപ്പോൾ രാഹു ജന്മരാശിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ആ പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷൻ അത് കൺട്രോൾ ചെയ്യുന്നതിന് നമുക്ക് ആ ശുക്രൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ തന്നെ ആഹാരത്തിൽ ഒരു കെയർ വേണം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട്. അവസാനത്തെ വേറി ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. നമുക്ക് ഇനി എങ്ങനെയാണ് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും തൊഴിൽ സ്ഥിതി നോക്കാം. അപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ചൊവ്വയാണ്. അപ്പോൾ ആ ചൊവ്വ 4 സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അവിടെ നിന്നിട്ട് ആ ചൊവ്വ കർമ്മസ്ഥാനത്ത് 10 ദൃഷ്ടി ചെയ്യുന്നു. അപ്പം 10 ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 10ാം ഭാവാധിപൻ 10 ദൃഷ്ടി ചെയ്യുന്നു, ഗുരുവിൻ്റെ ദൃഷ്ടി 10 അപ്പോൾ തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അത് പ്രത്യേകിച്ച് 10ാം ഭാവാധിപൻ 4 നിൽക്കുമ്പോൾ ഈ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചില ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ചൊവ്വയായതുകൊണ്ട് ഇപ്പോൾ IT റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, എൻജിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അതുപോലെ പോലീസ്, ഡിഫൻസ്, ഫയർഫോഴ്സ്, അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ വർക്കിൽ ഫോക്കസ് കൂടുന്ന സമയമായിരിക്കും. നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടെ ആയിരിക്കും. ഇപ്പോൾ തൊഴിലിലൊക്കെ ഒരു ലീഡർഷിപ്പ് തലത്തിലേക്ക് ഉയരാൻ കഴിയുന്ന ഒരവസ്ഥ ആ ചൊവ്വയുടെ ആ 10 ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ ചൊവ്വ 10ാം ഭാവാധിപൻ ഇങ്ങനെ പറയാം. അപ്പം നമ്മൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൊഴിലിടത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കർക്കശമായിട്ട് പാലിക്കുന്ന ഒരു സ്വഭാവം ഈ സമയത്ത് ഉണ്ടാകും. അതൊക്കെ തൊഴിലിലെ പ്രശസ്തി, ആദരവ് കൂട്ടുന്നതിന് സഹായകമാണ് എന്ന് തന്നെ പറയാം. തൊഴിലിടത്ത് ട്രബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാനാകും. തൊഴിൽപരമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യവഹാരം കേസുകളുണ്ടെങ്കിൽ ആ കേസുകളിലുമൊക്കെ
വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതുപോലെ തൊഴിൽ അന്വേഷകർക്ക് അവർക്കും വളരെ അനുകൂല സമയമാണ്. ഇപ്പോൾ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് കർമ്മഭാവാധിപൻ കർമ്മസ്ഥാനത്ത് തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് രവിയും അതുപോലെ സൂര്യനും ഗുരുവും ഒക്കെ തന്നെ 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം തൊഴിൽ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ആ തൊഴിലിടത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നു. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. ആദ്യ പകുതി 7ാം ഭാവാധിപനായിട്ടുള്ള രവിയാണെങ്കിൽ സൂര്യനാണെങ്കിൽ ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത്, അതായത് 5. അപ്പോൾ ബിസിനസ് വഴി നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ജൂലൈ 4 ആകുമ്പോൾ ശുക്രനും 7ലേക്ക് വരുന്നു. അതും നമുക്ക് ബിസിനസ് പരമായിട്ട് ഗുണം ചെയ്യും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കാനാകും. ഇപ്പോൾ അതുപോലെ ബിസിനസ് കോൺട്രാക്റ്റിലൊക്കെ ചിലപ്പോൾ ബിസിനസ് കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ പങ്കാളിയാകാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം ആയതുകൊണ്ട് നമ്മൾ ഈ ബിസിനസ്സിൻ്റെ സ്ഥിതി, ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ ഗതി അത് എന്തൊക്കെയാണെന്നൊന്ന് അവലോകനം ചെയ്തു പോകുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനൊക്കെ ആകും. അപ്പോൾ അത് അങ്ങനെ അവസാനത്തെ വാരം പ്രത്യേകിച്ച് 24 ആകുമ്പോൾ ആ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ 5 നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള തീരുമാനം എടുക്കാൻ കഴിയും. ബിസിനസ് അതുപോലെ പുതിയ ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പുകൾ അവയെപ്പറ്റിയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടുന്ന പ്ലാനും അതിന് വേണ്ടുന്ന സ്ട്രാറ്റജികളൊക്കെ നമുക്ക് ആവിഷ്കരിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള ലോണ് ഇതൊക്കെ അവയെപ്പറ്റിയൊക്കെ ഒരു ചിന്തയൊക്കെ ചിലപ്പോൾ അവസാനത്തെ പകുതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിലാണ്. എങ്കിലും 7 മുതൽ 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ തന്നെ വരുന്നു എന്നുള്ളത് ഒരു നേട്ടമാണ്. പക്ഷേ 5 ആ ബുധൻ വക്രത്തിലാണ്. അപ്പം പഠന നിലവാരമൊക്കെ അവലോകനം ചെയ്ത് അതിന് വേണ്ടുന്ന കറക്ഷനൊക്കെ വരുത്തി പോകുന്ന ഒരു സമയമായിരിക്കും ജൂലൈ മാസം എന്ന് പറയുന്നത്. 5 രവിയും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നു. അതൊക്കെ പഠനത്തിന് അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ 5 ബുധൻ ആ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു. അതും പഠന സംബന്ധമായിട്ട് നമുക്ക് നിലവിലുള്ള എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് കറക്റ്റ് ചെയ്ത് പഠനത്തിൽ ഫോക്കസ് കൂട്ടാനും പഠന സംബന്ധമായിട്ട് കറക്റ്റ് തീരുമാനം എടുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന സമയമായിരിക്കും. 9ാം ഭാവാധിപനായിട്ട് ശുക്രൻ 7ലേക്ക് വരുന്നു. അത് ഭാവത്തിൻ്റെ 11ആണ് ആ 7 എന്ന് പറയുന്നത്. അപ്പം ഉന്നത പഠനത്തിലൊക്കെ തന്നെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദേശത്ത് ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ആ 9ാം ഭാവാധിപൻ 7ൽ വരുന്നത് പ്രത്യേകിച്ച് ഭാവത്തിൻ്റെ 11ലൊക്കെ വരുമ്പോൾ അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും. ഇനി ധനസ്ഥിതി, ഇപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി നിൽക്കുന്നത് ധനസ്ഥാനത്താണ്, 2ലാണ്. 2ാം ഭാവാധിപനെ ഗുരുവാണെങ്കിൽ ആ 2ലേക്ക് നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2ാം ഭാവാധിപൻ 2ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6ലാണ് ആ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ 2ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. ആ ഗുരുവാണെങ്കിൽ 11ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഗുരു പ്രത്യേകിച്ച് 6ൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഉപജയസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് സമ്പാദ്യം, ബാങ്ക് ബാലൻസ് ഇവയൊക്കെ കൂട്ടുന്നതിനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാകും. ഇപ്പോൾ വ്യവഹാരങ്ങൾ വഴിയൊക്കെ പ്രത്യേകിച്ച് 2ാം ഭാവാധിപൻ 6ലൊക്കെ ഉച്ചസ്ഥിതിയിലാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും. അതുപോലെ നമ്മൾ മുമ്പ് കടം കൊടുത്ത പണം തിരികെ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പൊതുവെ കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സോഴ്സുകളിൽ നിന്ന് ധനവരവ് ചിലപ്പോൾ ഉണ്ടാകും. ശുക്ര 9ാം ഭാവാധിപനും കൂടിയാണ് 7ൽ വരിക എന്ന് പറയുമ്പോൾ അപ്പോൾ പൊതുവേ നമുക്ക് 9ന്റെ 11ലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പിതാവ് വഴി എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ അല്ലെങ്കിൽ വിദേശ ബന്ധം വഴി എന്തെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ അതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതേസമയം ദൂരയാത്രകൾ വഴിയും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അതേസമയം ഗുരു അതുപോലെ സൂര്യനൊക്കെ 12ൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ധനച്ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പം നല്ല കാര്യങ്ങൾക്കുള്ള ചെലവ് ചിലപ്പോൾ ഈ സമയത്ത്
ഉണ്ടാകാം. അത് ചിലപ്പോൾ ദൂരയാത്രകൾക്ക് വേണ്ടിയായിരിക്കാം, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അതുപോലെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അതുപോലെ ആതുര സേവനങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഡൊണേഷൻ, ഇവ വഴി നമുക്ക് ചിലപ്പോൾ സാമ്പത്തിക നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. ഇപ്പോൾ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ശുക്രൻ 7ലേക്ക് രാശി മാറുന്നുണ്ട്. ആദ്യ പകുതി 7ാം ഭാവാധിപൻ 5ൽ നിൽക്കുന്ന സമയമാണ്. 7ലാണെങ്കിൽ കേതു ഉണ്ട്. അപ്പോൾ നമുക്ക് 7ലെ കേതുവിൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന ആ ഒരു താല്പര്യക്കുറവൊക്കെ മാറി നമുക്ക് വിവാഹം ആലോചിക്കുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയായിരിക്കും ശുക്രൻ 7ൽ വരിക വഴി ഉണ്ടാകുന്നത്. അത് മാത്രമല്ല 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത് ആദ്യ പകുതി. അപ്പം അതൊക്കെ വിവാഹ ആലോചനകൾ വരുന്നതിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് കാണിക്കുന്നത്. എങ്കിലും ഈ രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ഈ ജന്മരാശിയിൽ രാഹു നിൽക്കുന്നു 7ൽ. അപ്പം രാഹു കേതുക്കളുടെ ആക്സിസിലാണ് ആ 7ാം ഭാവം വരുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആലോചന വന്നാലും ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ചില കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. എടുത്തു ചാടി ഒരു തീരുമാനം ഈ സമയത്ത് എടുക്കരുത്. ആലോചിച്ച് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുക. അതുപോലെ കമിതാക്കൊക്കെ പ്രണയത്തെ പറ്റിയൊക്കെ ഒരു അമിത ചിന്ത ഉണ്ടാകുന്ന സമയമാണ് എന്ന് തന്നെ പറയും. കാരണം 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ൽ തന്നെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ പ്രണയബന്ധത്തെപ്പറ്റി അവലോകനം ചെയ്യുന്ന സമയമായിരിക്കും. എന്ന് പറയുമ്പോൾ നമുക്ക് അതിലെന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ ആ പോരായ്മ, ആ കൺഫ്യൂഷനൊക്കെ തീർത്ത് പ്രണയബന്ധം സ്മൂത്താക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും. പ്രത്യേകിച്ച് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറി പ്രണയബന്ധം സ്മൂത്താകാൻ സാധ്യതയുണ്ട്. അതുപോലെ ദാമ്പത്യബന്ധത്തിൽ വരുമ്പോൾ 7ലെ ശുക്രൻ അത് പൊതുവേ നമുക്ക് നമ്മുടെ ഈ ദാമ്പത്യ ബന്ധത്തിലെ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും. ഇപ്പോൾ 7ലെ കേതു ഉണ്ടെങ്കിലും ആ കേതുവിൻ്റെ സ്ഥിതി കൊണ്ടുണ്ടാകുന്ന, പ്രത്യേകിച്ച് ആ കേതുവിൻ്റെ നക്ഷത്രത്തിലാണ് ആദ്യം ശുക്രൻ സഞ്ചരിക്കുന്നത്. അപ്പം നമുക്ക് ശുക്രൻ്റെ ആ 7ലെ സ്ഥിതി എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്താൻ സഹായകമാകും. അതുപോലെ ചിലപ്പോൾ ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ ഒക്കെ സാധ്യത കാണിക്കുന്നുണ്ട് ശുക്രൻ 7ൽ വരുമ്പോൾ. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ 12ൽ വരികയാണ്, അതായത് 6ൽ വരികയാണ്. അപ്പോൾ നമുക്ക് ആ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ 2ൽ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി നിൽക്കുകയാണ്. ശനി ഉണ്ടെങ്കിലും ആ 2ാം ഭാവത്തിൽ ഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. മാത്രമല്ല 2 നിൽക്കുന്ന ശനി അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ വക്രത്തിലാവുകയും കൂടെ ചെയ്യുന്നുണ്ട്. 4ലാണെങ്കിൽ ചൊവ്വയുണ്ട്. പക്ഷേ ആ 4 നിൽക്കുന്ന ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ശനി ചൊവ്വ ബന്ധം 4ലൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോൾ ഭൗതികമായിട്ട് ഇപ്പോൾ വീട്, വസ്തു, വാഹനം ഇവയൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. എങ്കിലും കുടുംബാംഗങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശനി ചൊവ്വ ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു മാനസികമായിട്ടൊരു ടെൻഷൻ ചിലപ്പോൾ ആ ശനിയുടെ ദൃഷ്ടി 4 നിൽക്കുന്ന ചൊവ്വയ്ക്ക് വരുമ്പോൾ അതിനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറുകാര അല്പ സംയമനം, മാത്രമല്ല ജന്മരാശിയിൽ രാഹുവും കൂടെ നിൽക്കുന്ന രാശിയാണ് ആ കുംഭരാശി എന്ന് പറയുന്നത്. അപ്പം ജന്മരാശിയിൽ രാഹു, 4ൽ ചൊവ്വ, 4ൽ ശനിയുടെ ദൃഷ്ടി. അപ്പം അതൊക്കെ നമ്മൾ ഈ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വളരെ സംയമനം വേണം. പ്രകോപനം പരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജൂലൈ 2, 3, 15, 16, അതുപോലെ 19, 20, 29, 30 ഈ തീയതികൾ അത്ര അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ കഴിവതും ഈ ദിവസങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ പറഞ്ഞതെല്ലാം കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഫലമാണ്. ഇപ്പോൾ ജാതകത്തിലെ ദശ ഇതിനെയൊന്നും ബേസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ കുംഭക്കുറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പോൾ മറ്റേത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും അവർക്ക് കുംഭലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ
അപ്പോൾ അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ ഈ കുംഭലഗ്നം സ്വാധീനിക്കാൻ സാധ്യത. കുംഭലഗ്നം വന്നിട്ടുള്ളവർ മാത്രം. അത് മാത്രമല്ല, ഞാൻ ഈ കുംഭക്കൂറിലെയും കുംഭലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ അപ്പോൾ ഒരു സംശയം വരാം, കുംഭക്കൂറിലുള്ളവരെല്ലാം കുംഭലഗ്നക്കാരാണോ? അല്ല. ഒരു നക്ഷത്രത്തിൽ തന്നെ പല സമയത്ത് ജനിക്കുന്നവർക്ക് പല ലഗ്നരാശികൾ വരും. ഇപ്പം നമ്മൾ ഈ കുംഭക്കൂറിൽ പെടുന്നവർക്ക് കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാൽ മാത്രമേ അവർക്ക് ഈ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കൂറിൻ്റെ ഫലം എന്ന് പറയുന്നത് അത്ര സൂക്ഷ്മമായിട്ടുള്ളൊരു ഫലമല്ല. അപ്പോൾ ഒരേ നക്ഷത്രക്കാരായിട്ടുള്ള 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10 വ്യത്യസ്ത സ്വഭാവങ്ങൾ വരുന്നുണ്ട്. കാരണം അവരുടെ ലഗ്നരാശികളിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ച് അവരുടെ ഓരോ ഭാവത്തിലും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരാൻ കാരണം. ഇനി നമ്മൾ മാത്രമല്ല, ഈ പുതുഫലത്തെ ഇപ്പോൾ ഈ കുറുകാർക്കും ലഗ്നക്കാർക്കും നടക്കുന്ന ദേശീയവും അപകാരവും ഛിദ്രവും ഒക്കെ സ്വാധീനിക്കും. അപ്പം ആ ഇപ്പോൾ ഏത് ദേശം നടക്കുന്നു, ഏത് അപകാരം നടക്കുന്നു, ഏത് ഛിദ്രം നടക്കുന്നു, ഇതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ അറിയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.